എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള പ്രധാന ചില ചോദ്യങ്ങളെയാണ് എന്ന് എടുത്തു പറയാൻ കാരണം ഒരൊറ്റ ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ചേരുംപടി ചേർക്കലാണ്. ഈ ചേരുംപടി ചേർക്കുക എന്ന ചോദ്യം നമ്മുടെ പരീക്ഷയിൽ പല കാലങ്ങളിൽ പല തരത്തിൽ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. വിശകലനം ചെയ്യുന്ന സമയത്ത് ഞാനത് പറയുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. HSA മലയാളം മുൻകാല ചോദ്യങ്ങൾ. ചോദ്യം ഇതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേരുംപടി ചേർക്കുകയാണ്. അതിൽ ഒരു വശത്ത് മതിലേരിക്കന്നി, മാർഗംകളി, പാണപ്പാട്ടുകൾ, തോറ്റം പാട്ടുകൾ, കേരളത്തിലെ നാടൻ പാട്ടുകൾ എന്നിവയാണുള്ളത്. മറുവശത്ത് ഇതിൻ്റെ രചയിതാക്കളുടെ പേര് നമുക്ക് കാണാം. MR പങ്കജാക്ഷൻ, MV വിഷ്ണു നമ്പൂതിരി, ചുമ്മാർ ചൂണ്ടൽ, G ഭാർഗവൻ പിള്ള, കിളിമാനൂർ വിശ്വംഭരൻ, TH കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നിങ്ങനെ 6 പേരുടെ പേര് നമുക്ക് വലതുവശത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയത് ആരാണ് എന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ധർമ്മം. അപ്പോൾ ശരിയായ ഉത്തരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. മതിലേരിക്കന്നി എന്ന കൃതി എഴുതിയത് ഇവരിൽ ആരാണ്? MR പങ്കജാക്ഷനാണോ, വിഷ്ണു നമ്പൂതിരിയാണോ, ചുമ്മാർ ചൂണ്ടലാണോ, ഭാർഗവൻ പിള്ളയാണോ, കിളിമാനൂർ വിശ്വംഭരനാണോ, TH കുഞ്ഞിരാമൻ നമ്പ്യാരാണോ? ആരാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം നമുക്കറിയാം. മതിലേരിക്കന്നി എന്ന ഗ്രന്ഥം അല്ലേ, അദ്ദേഹത്തിൻ്റെ TH കുഞ്ഞിരാമൻ നമ്പ്യാരുടെ രണ്ടാമത്തെ പുസ്തകമാണ്. അപ്പോൾ ഓപ്ഷൻ A 6 ആണ് ശരിയായ ഉത്തരം. മാർഗംകളി ഇവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MR പങ്കജാക്ഷൻ, വിഷ്ണു നമ്പൂതിരി, ചുമ്മാർ ചൂണ്ടൽ, ഭാർഗവൻ പിള്ള, കിളിമാനൂർ വിശ്വംഭരൻ. ഇതിൽ മാർഗംകളി, ചുമ്മാർ ചൂണ്ടലാണ് മാർഗംകളിയുടെ ആട്ടപ്രകാരമൊക്കെ രചിച്ചിട്ടുള്ളത്. അപ്പോൾ B ആണ് ശരിയായ ഉത്തരം. ചുമ്മാർ ചൂണ്ടലാണ് മാർഗംകളി. പാണപ്പാട്ടുകൾ MR പങ്കജാക്ഷൻ, വിഷ്ണു നമ്പൂതിരി, ഭാർഗവൻ പിള്ള, കിളിമാനൂർ വിശ്വംഭരൻ. ഇവരിൽ ആരാണ് പാണപ്പാട്ടുകൾ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്? പാണപ്പാട്ടുകൾ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് G ഭാർഗവൻ പിള്ളയാണ്. G ഭാർഗവൻ പിള്ളയാണ് ശരിയായ ഉത്തരം. പിന്നെ തോറ്റം പാട്ടുകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? തോറ്റം പാട്ടുകൾ ആരുടെയാണ്? തോറ്റം പാട്ടുകൾ എന്ന കൃതി എഴുതിയത് പങ്കജാക്ഷനാണോ, വിഷ്ണു നമ്പൂതിരിയാണോ, കിളിമാനൂർ വിശ്വംഭരനാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. തോറ്റം പാട്ടുകൾ എന്ന ഗ്രന്ഥം എഴുതിയത് വിഷ്ണു നമ്പൂതിരിയാണ് കേട്ടോ ശരിയായ ഉത്തരം. പിന്നെ കേരളത്തിലെ നാടൻ പാട്ടുകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? കിളിമാനൂർ വിശ്വംഭരനാണ് ശരിയായ ഉത്തരം. അപ്പോൾ നമുക്ക് വേണ്ടത് A6 അല്ലേ, A6 ആണ്. പിന്നെയോ B 3 ആണ്, C 4 ആണ്, D 2 ആണ്, E 5 ആണ്. ഇങ്ങനെ ഓപ്ഷൻ വരുന്നത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. A6, B3, C4, D2, E5. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരം. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കണ്ടെത്തൽ കഴിഞ്ഞോ? ഒരു മുൻകാല ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തുമ്പോൾ ഇത്രയും ചെയ്തതുകൊണ്ട് നമ്മുടെ ഉദ്യമം തീർന്നോ? പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പൂർണ്ണമായോ? തീർച്ചയായും ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ, അനുബന്ധ വസ്തുതകൾ കൂടി അറിഞ്ഞിരിക്കണമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പോയിന്റുമായി ബന്ധപ്പെട്ട് അനേകം ചോദ്യങ്ങൾ പല തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ വിശകലനത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ കണ്ടത് എന്തായിരുന്നു? മതിലേരിക്കന്നി അല്ലേ. മതിലേരിക്കന്നി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? TH കുഞ്ഞിരാമൻ നമ്പ്യാരാണ് മതിലേരിക്കന്നി എന്ന ഗ്രന്ഥം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പക്ഷേ ഏതല്ല? മതിലേരിക്കന്നി അല്ല. വേണമെങ്കിൽ ചേരുംപടി ചേർക്കുകയിൽ വേണമെങ്കിൽ എന്ത് ചോദിക്കാം? അടുത്ത പരീക്ഷയ്ക്ക് പൂമാതൈ പൊന്നമ്മ വരാം. പൂമാതൈ പൊന്നമ്മ എന്ന ഗ്രന്ഥം രചിച്ചതും ആര് തന്നെയാണ്? TH കുഞ്ഞിരാമൻ നമ്പ്യാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം കൂടിയാണ് ഏത്? പൂമാതൈ പൊന്നമ്മ. ഇനി മറക്കുവോ?
പൂമാതൈ പൊന്നമ്മ വന്നാലും മതിലേരിക്കന്നി വന്നാലും ഒരു പുസ്തകം കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് 3 ഗ്രന്ഥങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങളാണുള്ളത്. ഒന്നാമത്തത് പൂമാതൈ പൊന്നമ്മ, രണ്ടാമത്തത് മതിലേരിക്കന്നി, മൂന്നാമത്തെ പുസ്തകത്തിന്റെ പേര് പറയാം. അതിനു മുമ്പ് രണ്ടാമത്തെ പുസ്തകമായ മതിലേരിക്കന്നി. നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ചോദ്യത്തിൽ ചോദ്യമായി വന്നിട്ടുള്ളത് ആദ്യത്തെ പുസ്തകമല്ല, പൂമാതൈ പൊന്നമ്മയെ കുറിച്ചല്ല ചോദിച്ചിട്ടുള്ളത്, പിന്നെയോ മതിലേരിക്കന്നിയെ കുറിച്ചാണ്. മതിലേരിക്കന്നി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകമാണ്. ഈ പുസ്തകം കേരള സാഹിത്യ അക്കാദമി 1979 പ്രസിദ്ധീകരിച്ചത്. കൂടെ ഒരു പഠനം കൂടിയുണ്ട്. ആരുടെയാണ്? VT കുമാരൻ മാഷുടെ പഠനം ഉൾപ്പെടെയാണ് കേരള സാഹിത്യ അക്കാദമി മതിലേരിക്കന്നി എന്ന ഗ്രന്ഥം രചിച്ചത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. എന്താണത്? ഇതൊരു വിവാദം സൃഷ്ടിച്ചു വച്ച കൃതി കൂടിയാണ്. എന്താണ് ആ വിവാദം? ഇത് നാടൻ പാട്ടല്ലെന്നും നാടൻ പാട്ടിനെ അനുകരിച്ചുള്ള കവികെട്ടാണ് എന്നും അഭിപ്രായപ്പെട്ടത് പ്രസിദ്ധ നാടോടി വിജ്ഞാനീയനായ MR രാഘവ വാര്യരാണ്. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള കൃതിയാണ് എന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിമർശനം പിന്നീട് ഉയർന്നു വരികയുണ്ടായി എന്നുള്ള കാരണവും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാക്കാൻ കാരണമാകുന്നു. അപ്പോൾ ഒന്നാമത്തെ പുസ്തകം പൂമാതൈ പൊന്നമ്മ, രണ്ടാമത്തെ പുസ്തകം മതിലേരിക്കന്നി, പ്രസിദ്ധീകരിച്ചത് 1979 കേരള സാഹിത്യ അക്കാദമി. ഇതിനെ വിമർശിച്ചത്, ഇത് കവികെട്ടാണ് എന്ന രീതിയിൽ വിമർശിച്ചത് ആരാണ്? MR രാഘവ വാര്യരാണ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം മതിലേരിക്കന്നിയെക്കുറിച്ച്. വടക്കൻ പാട്ടുകളുടെ കൂട്ടത്തിൽ ഭാഷാഭംഗി കൊണ്ടും സാഹിത്യഭംഗി കൊണ്ടും ഏറെ ഉയർന്നു നിൽക്കുന്നതും ഏതാണ്ട് സാഹിത്യത്തോട് അടുത്ത് നിൽക്കുന്നതുമാണ് മതിലേരിക്കന്നി എന്ന് ആര് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്? ഇദ്ദേഹം തന്നെ അല്ലേ, TH കുഞ്ഞിരാമൻ നമ്പ്യാർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യമാണ് നമ്മുടെ മതിലേരിക്കന്നിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനെ വിമർശിച്ചത് MR രാഘവ വാര്യര്. മൂന്നാമത്തെ പുസ്തകത്തിന്റെ പേര് TH കുഞ്ഞിരാമൻ നമ്പ്യാരുടെ മൂന്നാമത്തെ പുസ്തകത്തിലേക്ക് കടക്കുന്നു. പുസ്തകത്തിന്റെ പേര് എന്താണ്? കുഞ്ഞിത്താലു ആണ്. കുഞ്ഞിത്താലു. അപ്പം മൂന്നും എന്ത് തന്നെയാണ്? വടക്കൻ പാട്ടുമായി ബന്ധപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദ്യം വന്നുകൂടെ? വടക്കൻ പാട്ടുകളെ കുറിച്ച് മാത്രം പഠനം നടത്തിയിട്ടുള്ള നാടോടി വൈജ്ഞാനികൻ ചുവടെ തന്നിട്ടുള്ളവരിൽ ആരാണ് എന്ന് ചോദ്യം ചോദിച്ചാൽ നമുക്കിനി ധൈര്യമായിട്ട് എഴുതാം, TH കുഞ്ഞിരാമൻ നമ്പ്യാരാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥമായ പൂമാതൈ പൊന്നമ്മ, രണ്ടാമത്തെ ഗ്രന്ഥമായ മതിലേരിക്കന്നി, മൂന്നാമത്തെ ഗ്രന്ഥമായ കുഞ്ഞിത്താലു. മൂന്നും ഓർത്തു വയ്ക്കുക. വേണമെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെ വരാം? അത് പ്രസ്താവന ചോദ്യമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആരെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്? നമ്മുടെ TH കുഞ്ഞിരാമൻ നമ്പ്യാരെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ചേരുംപടി ചേർക്കുകയിൽ അടുത്തത് മാർഗംകളി. മാർഗംകളി ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു? ചുമ്മാർ ചൂണ്ടലുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. എന്താണ് മാർഗംകളിയും ചുമ്മാർ ചൂണ്ടലും തമ്മിലുള്ള ബന്ധം? മാർഗംകളിയുടെ ആട്ടപ്രകാരം എഴുതിയിട്ടുള്ളത് ആരൊക്കെ ചേർന്നാണെന്ന് നോക്കിക്കേ. ഡോക്ടർ ചുമ്മാർ ചൂണ്ടലും ഡോക്ടർ ജേക്കബ് വെള്ളിയാനും ചേർന്നാണ് മാർഗംകളിയുടെ ആട്ടപ്രകാരം എഴുതിയിട്ടുള്ളത്. കിട്ടിയല്ലോ? വളരെ വളരെ പ്രധാനപ്പെട്ടത് മാർഗംകളിയുടെ ആട്ടപ്രകാരം. കഥകളിയുടെ ആട്ടപ്രകാരമൊക്കെയാണ് നമുക്ക് സുപരിചിതം അല്ലേ? ഇത് മാർഗംകളിയുടെ ആട്ടപ്രകാരം എഴുതിയ വ്യക്തിയാണ് ചുമ്മാർ ചൂണ്ടല്. കേരളത്തിലെ നാടൻ രംഗകലാ ഗവേഷകനും ഭാഷാ അധ്യാപകനുമായിരുന്നു ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ. ചുമ്മാ പുസ്തകം എഴുതിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനയെ കുറച്ച് കാണരുത്. ചുമ്മാ പുസ്തകം എഴുതുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? നാടൻ കലകളുടെ ഈറ്റില്ലത്തിൽ ചെന്ന് തന്നെ അവയെ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അത് നമുക്കെങ്ങനെ മനസ്സിലായി? വളരെ കഷ്ടപ്പെട്ട് ആ കലകൾ പഠിച്ചെടുത്ത് സ്വന്തമായി സദസ്സിന് മുൻപിൽ അവതരിപ്പിക്കുന്ന പതിവ് കൂടിയുണ്ടായിരുന്നു. കണ്ടോ? ഇത്തരം സാമാന്യ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ലാത്ത നാടൻ കലകളെ അവയുടെ ഈറ്റില്ലത്തിൽ ചെന്ന്, അതായത് ഗോത്ര ജനതയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നിരീക്ഷണം നടത്തുകയും പഠിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടാര്?
ഡോക്ടർ ചുമ്മാർ ചുണ്ടല്. നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ബാക്കിയുള്ളവര് എന്താ ചെയ്തിട്ടുള്ളൂ? നിരീക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് അതിനെ ആധാരമാക്കിക്കൊണ്ട് പുസ്തകം രചിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നിരീക്ഷിച്ച കാര്യങ്ങളെ പഠിച്ചെടുത്ത് പൊതുസദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുക എന്ന മഹത്തായ കാര്യം കൂടി, അല്ലെങ്കിൽ നാടൻ കലകൾ വംശനാശം സംഭവിക്കരുത് എന്ന് അത്രമേൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇത് സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നതിലേക്ക് പറയുന്നതിന് മുമ്പ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ചുമ്മാർ ചൂണ്ടൽ സ്ഥാപിച്ച നാടക സംഘത്തിൻ്റെ പേര് എന്താണ്? കലാനികേതൻ. കലാനികേതൻ. നാടക പ്രവർത്തനങ്ങൾക്കായി ചുമ്മാർ ചുണ്ടൽ ആരംഭിച്ച പ്രസ്ഥാനം, നാടക സംഘം ഏതാണ്? കലാനികേതനാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഫോക്ലോർ അക്കാദമി അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. നാടൻ കലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി 1970 ഫോക്ലോർ അക്കാദമി സ്ഥാപിക്കുകയും അതിൻ്റെ സ്ഥാപക സെക്രട്ടറിയായി അദ്ദേഹം അവരോധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ചുമ്മാർ ചുണ്ടലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഏതാ? മാർഗംകളിയുടെ ആട്ടപ്രകാരം. അതുപോലെ മണ്ണാൻ, നാടൻകല, പുള്ളുവൻ, കണിയാർകളി, നാട്ടുകൂട്ടവും നാട്ടരങ്ങും, വേരുകൾ തേടി, കറുത്ത കല. കറുത്ത കല പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. കറുത്ത കല എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇനി നമ്മൾ മറക്കില്ല, ചുമ്മാർ ചൂണ്ടലാണ് കറുത്ത കല എന്ന ഗ്രന്ഥം രചിച്ചത്. കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുകയിൽ ഇനി പാണപ്പാട്ടുകളാണ് ഉണ്ടായിരുന്നത്. പാണപ്പാട്ടുകളുടെ കർത്താവ് ആരാണ്? ജി ഭാർഗവൻ പിള്ളയാണ് പാണപ്പാട്ടുകൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ജി ഭാർഗവൻ പിള്ളയെ പരിചയമുണ്ടല്ലോ. ഇദ്ദേഹമാണ് ജി ഭാർഗവൻ പിള്ള. കേരളത്തിലെ കണ്ണൂരിലുള്ള കേരള ഫോക്ലോർ അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമിയുടെ സ്ഥാപക ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തു പറയാം? ജി ഭാർഗവൻ പിള്ളയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ജി ഭാർഗവൻ പിള്ള നമുക്ക് സുപരിചിതനാണ്. എങ്ങനെയാണ്? നാടകത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന നാടകം സദാരാമയാണല്ലേ? തമിഴ് സംഗീത നാടകമായ സദാരാമയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം കാക്കാലൻ്റെയും കാക്കാത്തിയുടെയും കഥ പറയുന്ന കാക്കാരിശി നാടകം എന്ന നാടകം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂളിൽ. ഈ കാക്കാരിശി നാടകം എന്ന ഗ്രന്ഥം ആരുടേതാണ്? ജി ഭാർഗവൻ പിള്ളയുടേതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയും ഏതു തന്നെയാണ്? കാക്കാരിശി നാടകം തന്നെയാണ്. പിന്നെ എന്തു പറയാം നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച്? ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. കാക്കാരിശി നാടകം കൂടാതെ പൊറാട്ട് നാടകം എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. നാട്ടരങ്ങ് വികാസവും പരിണാമവും എന്ന ഗ്രന്ഥം എഴുതിയതും ആര് തന്നെയാണ്? ജി ഭാർഗവൻ പിള്ളയാണ്. മതിലേരിക്കന്നി കണ്ടോ? പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദ്യം എങ്ങനെ വരാം? ഇവിടെ മതിലേരിക്കന്നി TH കുഞ്ഞിരാമൻ നമ്പ്യാരാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയത് അല്ലേ? മതിലേരിക്കന്നി എന്ന പേരിൽ 2 പേർ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. മതിലേരിക്കന്നി എന്ന പേരിൽ വടക്കൻ പാട്ടുകൾ സമാഹരിച്ചിരിക്കുന്നത് TH കുഞ്ഞിരാമൻ നമ്പ്യാരും മതിലേരിക്കന്നി എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ജി ഭാർഗവൻ പിള്ളയുമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. പരീക്ഷയ്ക്ക് ഇതുപോലെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. കവി പുഷ്പമാല എന്ന പേരിൽ 2 പേർ രചന നടത്തിയിട്ടുണ്ട്. ആരൊക്കെയാണവർ? പരീക്ഷയിലെ ആവർത്തന ചോദ്യമാണ്. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളൊന്നാണ് മതിലേരിക്കന്നി എന്ന പേരിൽ ഗ്രന്ഥം രചിച്ചിട്ടുള്ള 2 പേർ. ആരൊക്കെയാണ്? TH കുഞ്ഞിരാമൻ നമ്പ്യാരും അതുപോലെ ജി ഭാർഗവൻ പിള്ളയുമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകത്തിൻ്റെ പേര് EV കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം. ആരെഴുതിയിട്ടുണ്ട്? നമ്മുടെ ജി ഭാർഗവൻ പിള്ള എഴുതിയിട്ടുണ്ട്. മുത്തുമണികൾ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. നാടോടി നാടകങ്ങൾ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. പന്തളം KP-യുടെ കാവ്യജീവിതത്തെ ആധാരമാക്കിക്കൊണ്ടൊരു ജീവചരിത്രം രചിച്ചുകൊണ്ട് അദ്ദേഹം ഇഹലോകവാസം വെടിയുകയായിരുന്നു. ജി ഭാർഗവൻ പിള്ളയുടെ അവസാനത്തെ രചനയായിരുന്നു ഏത്? പന്തളം KP-യുടെ കാവ്യജീവിതം. കിട്ടിയല്ലോ. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ വേറെയും രചിച്ചിട്ടുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓപ്ഷൻ D എന്തായിരുന്നു? തോറ്റംപാട്ടുകൾ.
തോറ്റം പാട്ടുകൾ എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണ്? MV വിഷ്ണു നമ്പൂതിരിയാണ്. ദാ പുസ്തകത്തിന്റെ മുഖചിത്രം നമുക്കിവിടെ കാണാം. തോറ്റം പാട്ടുകൾ, കേരള ബുക്ക് സ്റ്റോർ ആണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടെ പുസ്തകമാണ്. അതുപോലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. MV വിഷ്ണു നമ്പൂതിരിയെ നമുക്ക് പരിചയമുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. MV വിഷ്ണു നമ്പൂതിരിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഓർച്ച. ഓർച്ച എന്ന പേരിൽ ആത്മകഥ എഴുതിയത് MV വിഷ്ണു നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ മുഖചിത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്, വളരെ വളരെ പ്രധാനപ്പെട്ട ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ ഒരു ചിത്രവും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ പണ്ടത്തെ പാട്ടുകൾ, അതുപോലെ വടക്കൻ പാട്ട് കഥകൾ, നാട്ടറിവ് പഠനങ്ങൾ, വടക്കൻ പാട്ട് കഥകളുടെ വാല്യം 1 വാല്യം 2 ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തെയ്യം തിറ തോറ്റങ്ങൾ ഒരു പഠനം എന്ന ഗ്രന്ഥം എഴുതിയതും MV വിഷ്ണു നമ്പൂതിരി തന്നെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രചന എന്താണ്? ഫോക്ലോർ നിഘണ്ടു. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദ്യം വരാം. ഫോക്ലോർ നിഘണ്ടുവിൻ്റെ കർത്താവ് ആരാണ്? മാറിപ്പോകരുത്, ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയാണ് ശരിയായ ഉത്തരം. അതുപോലെ നാടോടി വിജ്ഞാനീയം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? MV വിഷ്ണു നമ്പൂതിരി തന്നെ. നാടോടി വിജ്ഞാനീയം. മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകം എന്താണ്? കേരളത്തിലെ നാടൻ കലകൾ. കേരളത്തിലെ നാടൻ കലകൾ എന്ന ഗ്രന്ഥം എഴുതിയതും ആര് തന്നെയാണ്? MV വിഷ്ണു നമ്പൂതിരിയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഓരോന്നും ഈ പറഞ്ഞതുപോലെ ചേരുംപടി ചേർക്കുകയും ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നാടോടി വിജ്ഞാനീയം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്, അങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ടത്, നമ്മുടെ ഫോക്ലോറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ, കേരളത്തിലെ നാടൻ പാട്ടുകൾ. കേരളത്തിലെ നാടൻ പാട്ടുകൾ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ്? കിളിമാനൂർ വിശ്വംഭരനാണ്. കിളിമാനൂർ വിശ്വംഭരൻ്റെ മറ്റൊരു രചന പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് കേട്ടോ. പിണി തീർക്കും പാട്ടുകൾ. പിണി തീർക്കും പാട്ടുകൾ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദ്യമായിട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരിക്കും? പണി തീർക്കും പാട്ടുകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് എന്നായിരിക്കും. പണി തീർക്കും പാട്ടുകളല്ല കേട്ടോ, പിണി തീർക്കും പാട്ടുകളാണ്. എന്താണ് പിണി? ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തടസ്സം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പിണി തീർക്കും പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്ന പാട്ടുകൾ എന്ന അർത്ഥത്തിലാണ് ആ ഗ്രന്ഥത്തിന് ഏത് പേര് കൊടുത്തിട്ടുള്ളത്? പിണി തീർക്കും പാട്ടുകൾ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ രചയിതാവാണ് ആര്? കിളിമാനൂർ വിശ്വംഭരൻ. കിളിമാനൂർ വിശ്വംഭരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയും ഏത് തന്നെയാണ്, അല്ലെങ്കിൽ പ്രസിദ്ധമായ രചനയും ഏത് തന്നെയാണ്? പിണി തീർക്കും പാട്ടുകൾ തന്നെയാണ്. അതുകൂടാണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൗന്ദര്യ ദർശനം, കേരള സംസ്കാര ദർശനം, കേരളത്തിലെ നാടൻ പാട്ടുകൾ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ് ആര്? കിളിമാനൂർ വിശ്വംഭരൻ. അപ്പോൾ ഫോക്ലോറുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത 5ഓളം വ്യക്തികളെയും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ, നമ്മുടെ പരീക്ഷയ്ക്ക് മുൻപ് ചോദ്യമായിട്ട് വന്നിട്ടുള്ള അനുബന്ധ ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ഇന്നത്തെ ചർച്ച. മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.